ബ്ലാക്ക് മാജിക് കൂടോത്രം ആഭിചാരക്രിയ തുടങ്ങി പല പേരുകളിൽ അറിയപ്പെടുന്ന ബ്ലാക്ക് മാജിക് സ്വാർത്ഥനായ മനുഷ്യന്റെ താൽപര്യങ്ങൾ നേടുന്നതിനോ മറ്റൊരാളിനെയോ സ്വത്തിനെയോ വസ്തുവിനെയോ നശിപ്പിക്കുന്നതിനോ വശംവാദരാക്കുവാനോ ഉപയോഗിച്ചു വരുന്നതായി കണക്കാക്കപ്പെടുന്നു. അവ ചെയ്യുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ് എന്നത് നാമോരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക, പ്രണയം, അസൂയ, ആർത്തി, അധികാരഭ്രമം, സ്വാർത്ഥത തുടങ്ങിയ കാരണങ്ങളാൽ ഭാവിയിൽ സംഭവിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചാകണം എന്ന വികലമായ ചിന്തയുടെ യാത്ര പലരെയും കൊണ്ടെത്തിക്കുന്നത് ബ്ലാക്ക് മാജിക് എന്ന കുറുക്കുവഴിയിലാകാറുണ്ട്. എന്നാൽ എന്താണ് ഈ ബ്ലാക്ക് മാജിക്? ബാബിലോണിൽ ഉത്ഭവിച്ച് ഈജിപ്തും പേർഷ്യയും കടന്ന ലോകത്താകമാനം പടരുകയും തന്റെ യാത്രയിൽ കടന്നു പോയ കാലത്തിനും ദേശങ്ങൾക്കും വ്യക്തികൾക്കും അനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടി വന്ന ചില ക്രിയകളാണ് ബ്ലാക്ക് മാജിക്. അതിന്റെ നേട്ടം സാമ്പത്തികമോ അല്ലാത്തതോ ആത്യന്തികമായി അവ ചെയ്തു കൊടുക്കുന്ന ആളിനായിരിക്കും എന്ന കാര്യം പരാമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. എണ്ണിയാലൊടുങ്ങാത്ത അത്ര വൈവിധ്യം ബ്ലാക്ക് മാജിക്കിനുണ്ട്. അവയെല്ലാം ഒരു പോസ്റ്റിൽ ഒതുക്കുവാൻ അസാധ്യമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത്. തൽക്കാലം ഏഷ്യയിൽ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവർ വിശ്വസിക്കുന്ന, പാലിച്ചു പോരുന്ന ചില പ്രധാന കാര്യങ്ങൾ പ്രതിപാദിക്കാം. ബ്ലാക്ക് മാജിക് ചെയ്യുന്നവർക്കിടയിൽ പ്രധാനമായും 5 സ്ഥാനങ്ങളാണുള്ളത്: ബൈറോൺ, പദ്മ, പുരാൻ ഭഗത്, ഷൻഗ, കണ്ടോള. ഇതിൽ ബൈറോൺ എന്നത് ആരംഭസ്ഥാനം ആകുമ്പോൾ കണ്ടോള എന്നത് ഏറ്റവും ശക്തവും ഉയർന്നതുമായ സ്ഥാനമായി ബ്ലാക്ക് മാജിക്കിൽ കണക്കാക്കപ്പെടുന്നു. ഓരോ സ്ഥാനവും നേടുവാനുള്ള കടമ്പയായി തന്റെ തൽസ്ഥാനത്തേക്കാൾ ഉയർന്ന സ്ഥാനമുള്ള ആളിന്റെ സാന്നിധ്യത്തിൽ രക്തപാനം, കുരുതി എന്നിവ നടത്തുകയും സ്ഥാനമേറുന്നതിന് അനുസൃതമായി അവയുടെ എണ്ണത്തിലും അളവിലും വർധനവ് വരുത്തുകയും ചെയ്യുന്നതാണ് ബ്ലാക്ക് മാജിക്കിലെ സ്ഥാന സംബന്ധമായ അടിസ്ഥാന തത്വം എന്ന് പറയുമ്പോൾ തന്നെ സമീപകാല സംഭവങ്ങളെ കൂടി ഓർത്തുകൊണ്ട് എത്ര നീചവും ക്രൂരവുമാണ് അവയെന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. കാലാതീതവും സ്ഥല, സ്ഥാന, രൂപപരിമിതവുമല്ലാത്ത കണ്ടോള എന്ന സ്ഥാനം ഭൂമിയിൽ ചെകുത്താനെന്നും സാത്താനെന്നും പല പേരുകളിലറിയപ്പെടുന്ന ദുഷ്ടശക്തി ഒഴികെ മറ്റാരും കൈവരിച്ചതായി ചരിത്രത്തിൽ ഇതുവരെയും ഒരു അറിവും ലഭ്യമായിട്ടില്ല. ഭൂമിയിൽ സംഭവിക്കുന്ന ക്രൂരകൃത്യങ്ങൾ കണ്ടോളയ്ക്ക് ശക്തി പകരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. തങ്ങൾ ഇത്രയും നാളുകൾ കൊണ്ട് നേടിയ ശക്തികൾ നഷ്ടപ്പെടാതിരിക്കുവാനും കൂടുതൽ ശക്തി നേടുന്നതിനുമായി കുരുതി പോലെയുള്ള ക്രൂരതകൾ വലിയൊരു അളവിൽ ചെയ്യേണ്ട സാഹചര്യത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി യുദ്ധങ്ങൾ പോലും നടത്തിയിരുന്നതായി ചരിത്രരേഖകളിലുണ്ട്. ആസാമിലെ മയോങ് എന്ന പ്രദേശത്തെ ഓജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളുകൾ ചെയ്യുന്ന ബ്ലാക്ക് മാജിക്കിനെ ഒരു കാലത്ത് മുഗൾ ഭരണാധികാരികൾ പോലും ഭയപ്പെട്ടിരുന്നു. കാലങ്ങൾക്ക് ശേഷവും മയോങ് എന്ന ചെറുഗ്രാമവും അവിടെയുള്ള മനുഷ്യരും ഇന്നും ജീവിതോപാധിയായി ബ്ലാക്ക് മാജിക്കിനെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നതോടെ ബ്ലാക്ക് മാജിക്കിന്റെ സ്വീകാര്യത കുറയുകയും താരതമ്യേന അപകടരഹിതവും നിസ്വാർത്ഥവും എന്ന് കരുതപ്പെടുന്ന വൈറ്റ് മാജിക്കിലേക്കാണ് അവരിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഭൂപ്രകൃതിയുള്ള മയോങ്ങിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്ക് ബ്ലാക്ക് മാജിക് നേരിട്ട് കാണുവാനും കൂടുതൽ അറിയാനും കഴിയും. അതുകൂടാതെ മയോങ് സെൻട്രൽ മ്യൂസിയത്തിൽ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട അസംഖ്യം രേഖകളും വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്.